കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 535. സൂറത്ത് യൂസുഫ് ആയത്തുകൾ 16 മുതൽ 29 വരെ. പേജ് നമ്പർ 822. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ. قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين. وجاءوا على قميصه بدم كذب قال بل سولت لكم أنفسكم أمرا فصبر جميل والله المستعان على ما تصفون. وجاءت سيارة فأرسلوا واردهم فأدلى دلوه قال يا بشرى هذا غلام وأسروه بضاعة والله عليم بما يعملون. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. وراودته التي هو في بيتها عن نفسه وعلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
وإن كان قميصه قد من دبر فكذبت وهو من الصادقين فلما رأى قميصه قد من دبر قال إنه من كيدكن إن كيدكن عظيم يوسف أعرض عن هذا واستغفري لذنبك إنك كنت من الخاطئين. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 536, സൂറത്ത് യൂസുഫ് ആയത്ത് 16, പേജ് 722. വജാഉ അബാഹും ഇശാഅൻ യബ്കൂൻ, അവർ അവരുടെ പിതാവിൻ്റെ അടുക്കൽ സന്ധ്യാസമയത്ത് കരഞ്ഞുകൊണ്ട് വന്നു. പേജ് 823, ആയത്ത് 17. ഖാലൂ യാ അബാനാ ഇന്നാ ദഹബ്നാ നസ്തബിഖു, അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ച് ഓടിപ്പോയി. വതറകിനാ യൂസുഫ ഇൻദ മതാഇന, ഞങ്ങളുടെ സാധനങ്ങളുടെ അടുക്കൽ യൂസുഫിനെ വിട്ടുപോവുകയും ചെയ്തു. ഫഅകലഹു ദിഅബ്, അപ്പോൾ ചെന്നായ അവനെ തിന്നു. വമാ അൻത ബിമുഅ്മിനിൻ ലനാ, താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുകയില്ലല്ലോ. വലൗ കുന്നാ സ്വാദിഖീൻ, ഞങ്ങൾ നേര് പറയുന്നവരായിരുന്നാലും. സത്യം പറയുന്നവരാണ് തങ്ങളെന്ന് വാദിക്കുകയും അഭിനയിക്കുകയും ചെയ്യൽ പലപ്പോഴും കളവ് പറയുന്നവരുടെ സ്വഭാവമാണ്. അതായത് ഇവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കിണറ്റ് കൊണ്ടിട്ടല്ലോ. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ അവർ പിതാവിനോട് പറയാണ്, ചെന്നായ തിന്നുപോയി അദ്ദേഹത്തെ എന്ന്. അങ്ങനെ ഒരു സാധ്യത നേരത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നതുമാണല്ലോ. ആയത്ത് 18. വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്, അവർ യൂസുഫിൻ്റെ കുപ്പായത്തിൽ കള്ളച്ചോരയുമായി വരികയും ചെയ്തു. യൂസുഫിൻ്റെ രക്തമാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഏതോ ജീവിയുടെ ചോര കുപ്പായത്തിൽ പുരട്ടിയതാണ്, അതുകൊണ്ടാണ് കള്ളച്ചോര എന്ന് പറഞ്ഞത്. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറാ, യാക്കൂബ് പറഞ്ഞു അലൈഹിസ്സലാം, അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സുകൾ ഒരു കാര്യം നിങ്ങൾക്ക് ഭംഗിയാക്കി കാണിച്ചു തന്നു. ഫസ്വബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസ്വിഫൂൻ, അതിനാൽ ഭംഗിയായ സഹനം, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെപ്പറ്റി സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ അള്ളാഹു ആകുന്നു. യൂസുഫിനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാമക്ക് ബോധ്യമായെങ്കിലും ഒരിക്കൽ സത്യം പുലരുമെന്നും യൂസുഫ് ഉന്നത സ്ഥാനത്തെത്തുമെന്നും അള്ളാഹു നൽകിയ വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെടുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ക്ഷമിക്കുക തന്നെ. നിങ്ങൾ ഈ പറയുന്നത് കളവാണെന്ന് തീർച്ച. ഭംഗിയായ സഹനം നൽകുവാനും യൂസുഫിനെ കാക്കുവാനും ഈ കാര്യത്തിൽ വേണ്ടത് ചെയ്യുവാനും നിങ്ങളുടെ നില നന്നാക്കി തീർക്കുവാനും ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുന്നു. കുപ്പായത്തിൽ കള്ളരക്തം എന്ന് പറഞ്ഞത് കളവിൻ്റെ സ്പഷ്ടത തെളിയിക്കുവാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ചെന്നായ കടിച്ചിട്ടുള്ള ചോരയാണെങ്കിൽ കുപ്പായം കീറിപ്പൊളിയാതിരിക്കുമോ? നിശ്ചയമായും യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ സഹനം എത്രയും മഹത്തായതും അതുല്യമായതുമാകുന്നു. അത്തരം ചതിയും അക്രമവും ചെയ്ത ആ മക്കളോട് വെറുപ്പ് കാണിക്കാതെ കഴിഞ്ഞുകൂടിയല്ലോ. ആയത്ത് 19. വജാഅത് സയ്യാറത്തുൻ, ഒരു യാത്രാ സംഘം വന്നു. ഫഅർസലൂ വാരിദഹും, അപ്പോൾ അവർ അവരുടെ വെള്ളം കോരുന്നവനെ അയച്ചു. ഫഅദ്ലാ ദൽവഹ്, എന്നിട്ട് അയാൾ തൻ്റെ തൊട്ടി താഴ്ത്തി. പേജ് 824. അപ്പോൾ കിണറ്റിൽ അയാൾ യൂസുഫിനെ കണ്ടു, അതിസുന്ദരനായ ഒരു ബാലൻ. അയാൾ അത്ഭുത പരതന്ത്രനായി. ഖാല യാ ബുശ്റാ ഹാദാ ഉലാം, അയാൾ പറഞ്ഞു, ഹാ സന്തോഷം, ഇതാ ഒരു ബാലൻ. വഅസറുഹു ബിദാഅ, ഒരു കച്ചവടച്ചരക്കായി അവർ അവനെ മറച്ചു പിടിച്ചു. വല്ലാഹു അലീമും ബിമാ യഅമലൂൻ, അവർ ചെയ്യുന്നത് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. തങ്ങളുടെ അടിമയാണെന്ന് പറഞ്ഞ് വിൽക്കുവാനാണ് അവരുദ്ദേശിച്ചത്. പരസ്യമായി കൊണ്ടുപോയാൽ ആരെങ്കിലും അവകാശം വാദിച്ചെങ്കിലോ എന്ന് ശങ്കിച്ചിട്ടാണ് മറച്ചു പിടിച്ചത്. കൂടുതൽ ജനങ്ങൾ കാണുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കണം. ആയത്ത് 20.
വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദത്തിൻ. അവർ അവനെ കുറഞ്ഞ വിലക്ക് ഏതാനും വെള്ളിക്കാശുകൾക്ക് വിറ്റു. വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. അവനെ സംബന്ധിച്ച് അവർ താല്പര്യമില്ലാത്തവരിൽപ്പെട്ടവരായിരുന്നു. വീണ് കിട്ടിയതായതുകൊണ്ട് തങ്ങളുടെ കുട്ടിയാണെന്ന് ആരെങ്കിലും അവകാശവാദം ഉന്നയിച്ചെങ്കിലോ എന്ന് ശങ്കിച്ച് വേഗം കൈയൊഴിക്കാൻ വേണ്ടി കുറഞ്ഞ വിലക്ക് വിറ്റു. അധ്വാനമില്ലാതെ വെറുതെ കിട്ടിയതായതുകൊണ്ട് എന്ത് കിട്ടിയാലും ലാഭമാണല്ലോ. അറബികൾ കുറഞ്ഞ സംഖ്യ എണ്ണലും വലിയ സംഖ്യ തൂക്കലുമായിരുന്നു പതിവ്. അതുകൊണ്ട് കുറഞ്ഞത് എന്ന അർത്ഥം ഉദ്ദേശിച്ച് മഅദൂദത്ത് എന്ന് പറഞ്ഞു വന്നു. മഅദൂദത്ത് എന്ന് വെച്ചാൽ എണ്ണപ്പെടുന്നത് എന്നർത്ഥം. ആയത്ത് 21. മിസ്രിൽ നിന്ന് അദ്ദേഹത്തെ വിലക്ക് വാങ്ങിയ ആൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, അക്രിമി മസ്വാഹു, അവൻ്റെ താമസത്തെ നീ മാന്യമാക്കുക. അല്ലെങ്കിൽ അവൻ നമുക്ക് ഉപകരിച്ചെന്ന് വന്നേക്കാം. വലത, അല്ലെങ്കിൽ അവനെ നമുക്കൊരു ദത്തുപുത്രനാക്കാം. ഒരടിമ എന്ന നിലക്കാണ് നമ്മുടെ അടുക്കൽ അവൻ വന്നുപെട്ടത്. എന്നാൽ ആ നിലയിൽ അവനെ കണക്കാക്കരുത്. കാഴ്ചയിൽ തന്നെ പല ശുഭലക്ഷണങ്ങളും അവനുണ്ട്. നമുക്കൊരു മകനെ പോലെ അവനെ വളർത്താം. മാന്യമായി അവനെ ഉപചരിക്കണം എന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. ഈ നിലയിൽ യൂസുഫിന് ആ ഭൂമിയിൽ നാം സൗകര്യമുണ്ടാക്കി കൊടുത്തു. പേജ് 825. സ്വപ്ന വ്യാഖ്യാനങ്ങളിൽ ചിലതിൻ്റെ പൊരുൾ അദ്ദേഹത്തെ നാം പഠിപ്പിക്കുന്നതിനും അല്ലാഹു അവൻ്റെ കാര്യത്തിൽ വിജയിക്കുന്നവനാകുന്നു. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അറിയുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമയെ അടിമ എന്ന നിലക്ക് വിലക്ക് വാങ്ങിയ ആളുടെ പേര് അറിയപ്പെടുന്നില്ല. എങ്കിലും പിറകെ വരുന്ന ചില ആയത്തുകളിൽ അദ്ദേഹത്തെ ജനം അസീസ് എന്ന് വിളിച്ചതായി കാണുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ഭരണത്തിൽ പങ്കാളിയായതിനു ശേഷം അസീസ് എന്ന് വിളിക്കപ്പെട്ടതായും കാണുന്നു. അപ്പോൾ അത് അവിടുത്തെ രാജാവിൻ്റെ മന്ത്രിയുടെ സ്ഥാനപ്പേരായിരിക്കാം. ഈ നിലയിൽ അന്നത്തെ മന്ത്രിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമയെ വിലക്ക് വാങ്ങിയതെന്ന് മനസ്സിലാക്കാം. അത്യപൂർവമായ ആകാര ഭംഗി അദ്ദേഹത്തിന് വലിയൊരു ആകർഷണമായിരുന്നു. കാഴ്ചയിലും സ്വഭാവത്തിലും മഹത്തായ യോഗ്യതയുടെ ലക്ഷണങ്ങളുള്ള യൂസുഫ് വെറുമൊരു അടിമ ബാലനോ സാധാരണക്കാരനോ ആകാൻ തരമില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തതിനാലാവാം തൻ്റെ ഭാര്യയോട് മേൽപ്രകാരം പറഞ്ഞത്. യൂസുഫ് ഒരടിമയെപ്പോലെ ഒരിക്കലും ആ വീട്ടിൽ കണക്കാക്കപ്പെട്ടില്ല. മകൻ്റെ സ്ഥാനം നൽകിക്കൊണ്ടുള്ള ഉപചാരം അവർ നൽകി. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാം ആ വീട്ടിലെ ഒരംഗമെന്ന പോലെ വളരെ അന്തസ്സോടെ ജീവിച്ചു പോന്നു. സഹോദരങ്ങളുടെ കയ്യാൽ ജനവാസമില്ലാത്ത പ്രദേശത്ത് പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ട യൂസുഫ് ഇപ്പോൾ ഇതാ മിസ്രിലെ മന്ത്രിയുടെ ഭവനത്തിൽ ഒരു ബഹുമാന്യ അംഗമായി മാറിയിരിക്കുന്നു. ഈ നിലയിൽ അള്ളാഹു യൂസുഫ് നബിക്ക് ഈജിപ്തിൽ ഒരു നല്ല സ്ഥാനം കൊടുത്തു. സ്വപ്ന വാർത്തകളുടെ പൊരുൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ബോധനം നൽകുകയും ചെയ്തു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 537, പേജ് നമ്പർ 825. സൂറത്ത് യൂസുഫ് ആയത്ത് 22. വലമ്മ ബലഗ അശുദ്ധഹു, അദ്ദേഹം തൻ്റെ കാര്യപ്രാപ്തി പ്രാപിച്ചപ്പോൾ, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാം, ആതൈനാഹു ഹുക്മൻ വഇൽമ, നാം അദ്ദേഹത്തിന് യുക്തിബോധവും വിജ്ഞാനവും നൽകി. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്നവർക്ക് ഇപ്രകാരമാണ് നാം പ്രതിഫലം കൊടുക്കൽ. യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് നല്ല ബുദ്ധിശക്തിയും കായബലവും എത്തിയപ്പോൾ മനുഷ്യർക്കിടയിൽ വിധി കൽപ്പിക്കുവാനുള്ള യുക്തിബോധവും യാഥാർത്ഥ്യം ഗ്രഹിക്കുവാൻ തക്ക അറിവും അള്ളാഹു നൽകി. അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടത്തക്ക നിലയിൽ പരിശുദ്ധ ജീവിതം നയിച്ചവരിൽ അവനുദ്ദേശിച്ചവർക്ക് ഈ ഹലോകത്ത് ഇതുപോലെ അള്ളാഹു പദവി കൊടുത്തേക്കാം. മക്കയിൽ വെച്ചാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ സഹിച്ച് കഴിയുന്ന ആ വിഷമഘട്ടത്തിൽ ഈ പ്രവചനം മുഖേന അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാന്ത്വനമേകുന്നു. ഈ വിഷമങ്ങളൊക്കെ നീങ്ങിപ്പോകുന്ന സന്ദർഭമുണ്ടായേക്കാം. ആയത്ത് 23. അദ്ദേഹം ഏതൊരുവളുടെ വീട്ടിലാണോ അവൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെതിരായി അദ്ദേഹത്തെ പാട്ടിലാക്കാൻ ശ്രമിച്ചു. പേജ് 826. ഒരു ബാലനായി അവളുടെ വീട്ടിലെത്തിയ യൂസുഫ് ഇപ്പോൾ അത്യാകർഷകത്വമുള്ള ഒരു യുവാവായി വളർന്നിരിക്കുന്നു. അവനിൽ അനുരക്തനായ വീട്ടുകാരി തൻ്റെ ദുരാഗ്രഹം
നിറവേറ്റുവാൻ വേണ്ടി പലവിധ സൂത്രവും കൗശലവും അശ്ലീലവും പ്രയോഗിച്ചു. അതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇളക്കമുണ്ടാക്കിയില്ല. ഒരു നേരിയ അനുകൂല ഭാവമെങ്കിലും യൂസുഫിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഈ ചാബല്യങ്ങളൊന്നും അവൾക്ക് കാണിക്കേണ്ടി വരില്ലായിരുന്നു. പാട്ടിലാക്കാൻ ശ്രമിച്ചു എന്ന പ്രയോഗം അവൾക്ക് അദ്ദേഹത്തെ വഴിപ്പെടുത്തുവാൻ തക്ക എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അവളുടെ പേര് സുലൈഖ എന്നാണെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നു. വഗല്ലഖത്തിൽ അബ്വാബ, വാതിലുകൾ അവൾ അടച്ചു പൂട്ടുകയും ചെയ്തു. വഖാലത് ഹൈതലക്, അവൾ പറഞ്ഞു ഇവിടെ വാ. ഖാല മഅദല്ലാഹ്, അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിൽ ശരണം. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, നിശ്ചയമായും അവനാണ് എൻ്റെ രക്ഷിതാവ്, എൻ്റെ താമസത്തെ ഞാൻ വിശിഷ്ടമാക്കി. രക്ഷിതാവായ അള്ളാഹു എനിക്ക് ഉത്കൃഷ്ടമായ ഒരിടം സൗകര്യപ്പെടുത്തി തന്നു എന്നും ഈ ഗൃഹനാഥൻ എന്നെ ആദരിച്ചിരിക്കുന്നു എന്നും ആവാം. രണ്ടായാലും ശരി തന്നെ, വളരെ മാന്യമായും അന്തസ്സായും ജീവിക്കുവാനുള്ള സാഹചര്യം അവൻ സൗകര്യപ്പെടുത്തി തന്നു. അതിന് നന്ദി ചെയ്യേണ്ട ഞാൻ നിഷിദ്ധമായതൊന്നും ചെയ്യില്ല എന്ന് സൂചന. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമകാരികൾ ഒരിക്കലും വിജയിക്കുകയില്ല. ആയത്ത് 24. വലഖദ് ഹമ്മത് ബിഹി, തീർച്ചയായും അവൾ അദ്ദേഹത്തെ ആശിച്ചു. വലഖദ് വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി, അവളെ അദ്ദേഹവും ആശിച്ചേനെ, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ രേഖ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ. കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ, അപ്രകാരം അദ്ദേഹത്തിൽ നിന്ന് തിന്മയെയും നീചവൃത്തിയെയും നാം തിരിച്ചുവിടുവാനായി. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നിശ്ചയമായും അദ്ദേഹം സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട നമ്മുടെ ഇഷ്ടദാസന്മാരിൽ പെട്ടവനാകുന്നു. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക്കൽ മുഖ്ലസീൻ. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും മോഹിക്കുന്നു. ഇത് മനുഷ്യ സൃഷ്ടിപ്പിൽ കലർത്തപ്പെട്ട പ്രകൃതി വിശേഷമാണ്. ഈ സ്വഭാവത്തെ ധർമ്മച്യുതിക്ക് ഇട നൽകാത്ത വിധം സംസ്കരിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ദൈവദൂതന്മാരും മനുഷ്യപ്രകൃതിയിൽ നിന്നും വേറിട്ടവരല്ലെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം ഇവിടെയും മാതൃക നൽകുന്നത് പ്രവാചകന്മാരിലൂടെയാണ്. ദൈവസ്മരണയിലൂടെ സഹജ സ്വഭാവങ്ങളെ നിയന്ത്രിച്ചും സംസ്കരിച്ചും മനുഷ്യനെ ധർമ്മവീഥിയിൽ സ്ഥിരപ്പെടുത്താനുതകും വിധം പ്രവാചകന്മാരുടെ മാതൃകാ ജീവിതത്തിലെ ഒട്ടേറെ സംഭവങ്ങൾ ഖുർആനിലും പ്രവാചക ചര്യയിലും നമുക്ക് കാണാം. അവളുടെ അപേക്ഷ യൂസുഫ് അലൈഹിസ്സലാം നിരസിച്ചുവല്ലോ. പേജ് 827. അവളാണെങ്കിൽ യൂസുഫിൻ്റെ യജമാനത്തിയാണെന്ന് ആണ് വെപ്പ്. വളരെ കാലമായി ഈ ദുരാഗ്രഹം അവൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. യൂസുഫിനെ സ്വാധീനിക്കാൻ പല കൗശലങ്ങളും പ്രയോഗിച്ചു നോക്കി. ഒന്നും ഫലിച്ചില്ല. യൂസുഫിന് യാതൊരു ചായ്വും ഉണ്ടായില്ല. അവസാനം അങ്ങേയറ്റത്തെ അപമാനം സഹിച്ചുകൊണ്ട് വാതിലടക്കൽ പോലെ മുൻ പറഞ്ഞതെല്ലാം ചെയ്തു. പ്രത്യേകം ഒരുക്കിയ സ്ഥലത്തേക്ക് നിർബന്ധ ശാസനാരൂപത്തിൽ വിളിച്ചു. ഇവിടെ വാ, കൊടുങ്കാറ്റുകൊണ്ട് പർവ്വതമിളകുമോ? യൂസുഫിൻ്റെ ഹൃദയത്തിൽ അനുകൂല പ്രതികരണമുണ്ടായില്ല. അവളെ നിരാശപ്പെടുത്തുന്ന മറുപടിയാണ് ഉണ്ടായത്. അവൾക്ക് അങ്ങേയറ്റത്തെ അപമാനവും വ്യസനവും വെറുപ്പും കഠിന കോപവും ഉണ്ടായി. ഇവനോടുകൂടെ ഈ വീട്ടിൽ ഞാനെങ്ങനെ പാർക്കും എന്നായി. ഇത് പുറത്തറിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? ഇത്തരം ആലോചനകൾ അവളെ അധികം ശല്യപ്പെടുത്തിയിരിക്കാം. ചമഞ്ഞൊരുങ്ങി വന്ന അവളിൽ മയങ്ങാതെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ കൊണ്ട് യൂസുഫ് അലൈഹിസ്സലാം അവളിൽ നിന്ന് അകന്നോടി. അങ്ങനെ അകലാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് ദൈവിക ദൃഷ്ടാന്തം കാണാനിടയായതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയോ അതുപോലെ എന്തെങ്കിലുമോ ആവാമത് അള്ളാഹുവിനറിയാം. ഈ വിഷമഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് നല്ല വിവേകവും കാര്യക്ഷമതയും തൻ്റെ ഇടവും നൽകിയ ആ ദൃഷ്ടാന്തം എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ലൈംഗിക ദാഹത്തെ അനഭിലഷണീയമായ മാർഗത്തിലേക്ക് വഴുതി വീഴാതെ കാക്കുന്നത് അതിമഹത്തായ സൽക്കർമ്മമാകുന്നു. റബ്ബ് യൂസുഫ് അലൈഹിസ്സലാമിനെ ഇപ്രകാരം സ്ഫുടം ചെയ്തെടുക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങുകയും സർവ്വവിധ പ്രേരണയും നിർബന്ധവും പിടിവലിയും സംഭവിക്കുകയും ചെയ്തിട്ട് അള്ളാഹുവിനോടുള്ള ഭയഭക്തി നിമിത്തം അള്ളാഹു കാണുമല്ലോ എന്ന ഭയം കൊണ്ട് മാത്രം പിൻവാങ്ങുന്ന ഈ അവസ്ഥ അതിഗുരുതരമായ പരീക്ഷണത്തിലെ മഹത്തായ വിജയം തന്നെയാണ്. ഈ പരീക്ഷണത്തിൽ അള്ളാഹു യൂസുഫ് അലൈഹിസ്സലാമിന് പരിപൂർണമായ സംരക്ഷണവും വിശുദ്ധിയും നൽകി. പരലോകത്ത് വിചാരണാവേളയിൽ ദൈവിക സിംഹാസനത്തിൻ്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടരിൽ ഒന്ന് പദവിയും സൗന്ദര്യമുള്ള സ്ത്രീ തൻ്റെ ഇംഗതത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറി നിന്നവനാണ് എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. ബുഖാരി, മുസ്ലിം.
കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 538. സൂറത്ത് യൂസുഫ് ആയത്ത് 25, പേജ് നമ്പർ 827. വസ്തബഖൽ ബാബ, വസ്തബഖ അൽ ബാബ എന്നാണ് ചേർത്ത് ഓതുമ്പോൾ വസ്തബഖൽ ബാബ. അവരിരുവരും വാതിൽക്കലേക്ക് മത്സരിച്ചോടുകയും ചെയ്തു. വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ, അവൾ അദ്ദേഹത്തിൻ്റെ കുപ്പായം പിന്നിൽ നിന്ന് വലിച്ചു കീറി. വഅൽഫയാ സയ്യിദഹാ ലദൽ ബാബ്, അവരിരുവരും അവളുടെ യജമാനനെ അഥവാ ഭർത്താവിനെ വാതിൽക്കൽ കണ്ടുമുട്ടി. قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم, അവൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയിൽ ദുർവൃത്തി ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അവൻ ജയിലിൽ അടക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷയോ അല്ലാതെ മറ്റെന്താണ്. വാതിൽ തുറന്ന് പുറത്തു ചാടാൻ യൂസുഫിനെ പിടിച്ചു വെക്കാൻ വേണ്ടി അവളും ഓടി. അങ്ങനെ യൂസുഫിന്റെ കുപ്പായം പിന്നിൽ നിന്ന് ശക്തിയായി പിടിച്ചു വലിച്ചു കീറി. യൂസുഫ് വാതിൽ തുറന്നു. അപ്പോൾ അവളുടെ ഭർത്താവിനെ അവിടെ കണ്ടു. യൂസുഫ് അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഓടിയതാണ് അവളെന്നും അപ്പോൾ അവനും പിന്നാലെ ഓടിയെന്നുമാണ് അവൾ സൂചിപ്പിക്കുന്നത്. സംഗതി നടക്കില്ലെന്ന് മാത്രമല്ല, പിടിക്കപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ കാര്യം നേരെ തിരിച്ചിടാനുള്ള പെണ്ണുങ്ങളുടെ തന്ത്രം അപാരമാണ്. അതായത് ചില സ്ത്രീകൾ അങ്ങനെയാണല്ലോ. അതേക്കുറിച്ച് പേജ് 828 ആയത്ത് 26. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഇഷ്ടത്തിനെതിരായി എന്നെ പാട്ടിലാക്കാൻ മിനക്കെട്ടത് അവളാണ്. അവൾ പറയുന്നത് ശരിയല്ല. അവൾ തന്നെ പാട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനതിന് വഴങ്ങിയില്ല. ഇതാണ് സത്യം. അതായത് അവൾ എന്നെ പാട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അതിന് വഴങ്ങിയില്ല എന്ന്. യൂസുഫ് അലൈഹിസ്സലാം കാര്യം വെളിപ്പെടുത്താൻ ശ്രമിച്ചു. തെറ്റായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല, യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് വിശദീകരിക്കപ്പെടേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നാം ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പാടില്ലെന്ന് പണ്ഡിതന്മാർ ഈ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ, അവരുടെ കുടുംബത്തിലൊരാൾ സാക്ഷി പറഞ്ഞു. കുടുംബത്തിലുള്ളയാൾ എതിരായി പറയുന്ന സാക്ഷ്യത്തിന് കൂടുതൽ സ്വീകാര്യതയുണ്ട്. ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുരിൻ ഫസ്വദഖത് വഹുവ മിനൽ കാദിബീൻ, അദ്ദേഹത്തിൻ്റെ കുപ്പായം മുമ്പിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ നേര് പറഞ്ഞു, അദ്ദേഹം കളവ് പറയുന്നവരിൽ പെട്ടവനുമാണ്. ആയത്ത് 27. വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സ്വാദിഖീൻ, അദ്ദേഹത്തിൻ്റെ കുപ്പായം പിന്നിൽ കൂടി കീറിയിട്ടുള്ളതാണെങ്കിൽ അവൾ കളവ് പറഞ്ഞു, അദ്ദേഹം സത്യസന്ധരിൽപ്പെട്ടവനുമാണ്. ആയത്ത് 28. ഫലമ്മാ റആ ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെന്ന് കണ്ടപ്പോൾ ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അദീം, അദ്ദേഹം പറഞ്ഞു, പെണ്ണേ, നിശ്ചയമായും ഇത് നിങ്ങളുടെ തന്ത്രങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു. സ്ത്രീകളുടെ തന്ത്രങ്ങൾ അപാരമാണ്. വളരെ പെട്ടെന്ന് തന്ത്രങ്ങൾ മെനയാനും തന്ത്രത്തിൽ അകപ്പെടുത്താനും അവൾക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെ. പിശാചിൻ്റെ തന്ത്രം ദുർബലമാണ് എന്ന് ഖുർആൻ നിസാ 76 പറയുമ്പോൾ സ്ത്രീകളുടെ തന്ത്രം ഭയങ്കരമാണ്, വമ്പിച്ചതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പിശാചിൻ്റെ തന്ത്രത്തെപ്പറ്റി ആലോചിക്കാനും അതിലകപ്പെടാതെ രക്ഷപ്പെടാനും സമയവും സാവകാശവും കിട്ടും. എന്നാൽ സ്ത്രീകളുടേത് അങ്ങനെയല്ല. ഏത് കരുത്തനും മനോദാർഢ്യമുള്ളവനും അതിൽ പെട്ടുപോകും. യൂസുഫിൻ്റെ പിന്നാലെ ഓടിപ്പിടിക്കാൻ ചെന്ന അസീസിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെ പെട്ടെന്നാണ് കാണുന്നത്. കണ്ടയുടനെ കുറ്റം ക്ഷണത്തിൽ യൂസുഫിൽ ചാർത്തിയെന്ന് മാത്രമല്ല, ഒരു തത്വവും വിധിയും പറയും പോലെ ഗൃഹനായികയെ പാട്ടിലാക്കാൻ ശ്രമിച്ചവനെ ജയിലടച്ച് ശിക്ഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ആയത്ത് 29. യൂസുഫ് അഅ്രിദ് അൻ ഹാദാ, യൂസുഫേ, ഈ കാര്യം നീ അവഗണിച്ചേക്കുക. പേജ് 829. വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, പെണ്ണേ, നീ നിന്റെ പാപത്തിന് പൊറുക്കലിനെ തേടുക, നിശ്ചയമായും നീ പാപികളിൽപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. അവഗണിക്കുക എന്ന് വെച്ചാൽ ഇത് വലിയൊരു കാര്യമാക്കേണ്ട. ഈ പെണ്ണുങ്ങൾ പാവങ്ങളാണ്, അവളിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി, ആരോടും പറയണ്ട എന്ന് സാരം. വാസ്തവത്തിൽ അയാൾക്കിതിലൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ലോകത്ത് അതുല്യ സുന്ദരനായ ഈ യുവാവിനെ ഈ പെണ്ണ് കടന്നു പിടിക്കാൻ തക്ക നിലയിൽ പാർപ്പിച്ചത് ഇയാളല്ലേ. അവിടെ ഇദ്ദേഹം ഒന്ന് സൂക്ഷിക്കേണ്ടതായിരുന്നല്ലോ. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനെല്ലാം വലിയ ഉദ്ദേശ്യങ്ങളുണ്ട്. പ്രവാചകന്മാർ മഅ്സൂമുകളാണല്ലോ. അള്ളാഹു അവരെ പാപങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുമെന്നതിൽ സംശയമില്ല. അതിൻ്റെ വലിയൊരു അനുഭവമാണിത്.
മറ്റൊരു വശവും കൂടി ഇവിടെ ചിന്തിക്കുവാവുന്നതാണ്. സാധാരണ ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അത് വീട്ടുകാരൻ കാണുകയും ചെയ്താൽ എന്താണ് ഉണ്ടാവുക? തൻ്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും അടിയേറ്റ പോലെ ക്ഷണത്തിൽ തന്നെ അയാൾ പ്രതികരിക്കും. തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിൽ തന്നെ തൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഒരുത്തനുമായി ഇത്തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് അയാൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തായിരിക്കും. അത്യന്തം കോപത്തോടെ എന്തെങ്കിലും ഒക്കെ അയാൾ ചെയ്തെന്നിരിക്കും. ശാരീരികോപദ്രവം ഏൽപ്പിക്കാം, കടുത്ത ഭാഷയിൽ ശകാരിക്കാം, അവനെ അട്ടിപ്പുറത്താക്കാം, കൊല വരെ സംഭവിക്കാം. എന്നാൽ ഇവിടെ വളരെ മയപ്പെടുത്തിയ ഭാഷയിലാണ് അസീസ് സംസാരിക്കുന്നത്. യൂസുഫെ, സാരമില്ല, നീ അതങ്ങ് മറന്നേക്ക് എന്ന് യൂസുഫിനോടും, നീ പൊറുക്കലിനെ തേടിക്കോ, കാരണം തെറ്റുകാരി നീയാണല്ലോ എന്ന് ഭാര്യയോടും. സമ്പന്ന ഗൃഹങ്ങളിൽ മണിമാളികകളിൽ ഇങ്ങനെയൊക്കെ ആണുണ്ടാവുക. സത്യം അതുതന്നെയല്ലേ? വരേണ്യവർഗത്തിന് പാതിവൃത്യവും ലൈംഗിക വിശുദ്ധിയുമൊക്കെ ഒരു വിദൂര സ്വപ്നം പോലെയാണ്. ഇതെല്ലാ കാലത്തും അങ്ങനെ തന്നെ.